നമസ്കാരം. അപ്പോൾ നിവാബ് ഉപ്പയുടെ ആസ്പയർ സ്റ്റാർട്ട് യങ് എന്ന് പറയുന്ന പുതിയ ഒരു പ്ലാനിൻ്റെ ലോഞ്ചിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ. അപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ഫീച്ചേഴ്സാണ് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ഞാൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ 6 ഫീച്ചേഴ്സും കൂടാതെ ഒരു 3 എക്സ്ട്രാ ആഡ് ഓൺസും കൂടി നമുക്ക് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഹൈലി പേഴ്സണലൈസ് ചെയ്യാവുന്ന, ഹൈലി കസ്റ്റമൈസ് ചെയ്യാവുന്ന ഒരു പ്ലാനാണ് ഈ നിവാബ് ഉപ്പ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ആസ്പയർ സ്റ്റാർട്ട് യങ് എന്ന് പറയുന്നത്. യങ് ആയിട്ടുള്ള കപ്പിൾസിനോ അല്ലെങ്കിൽ മാരേജിന് പ്രിപ്പയർ ചെയ്യുന്ന യങ് ആയിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ബേസിക് ആയിട്ട് എന്ന് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ മിറാക്കിൾ എന്ന് പറയുന്ന സംഭവമാണ്, അതായത് മെറ്റേണിറ്റി കവറേജ് ആണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 2 സം അഷ്വേർഡ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഒന്ന് നമ്മൾ എടുക്കുന്ന ബേസ് സം അഷ്വേർഡ്, അത് 3 lakhs മുതൽ 1 CR വരെയാണ് കവറേജ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന എമൗണ്ട് എത്രയാണോ ആ എമൗണ്ടിന് ആനുപാതികമായിട്ടായിരിക്കും നമുക്ക് മെറ്റേണിറ്റി കവറേജ് ഒരു വർഷത്തേക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നത് പോലെ തന്നെ നമ്മൾ എടുക്കുന്ന എമൗണ്ടിന് ഓരോ എമൗണ്ടിന് ആനുപാതികമായിട്ട് എത്ര തുകയാണ് നമുക്ക് ഓരോ വർഷം കിട്ടുന്നത് എന്നതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ എത്ര എമൗണ്ടാണ് ഓരോ വർഷം കിട്ടുന്നത് എന്നുള്ളതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ മിറാക്കിൾ ബെനിഫിറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന പോലെ, ഈ കാണുന്നത് പോലെയുള്ള കാര്യങ്ങളാണ് മിറാക്കിൾ ബെനിഫിറ്റ്സിൽ നമുക്ക് മെയിനായിട്ട് കവർ ചെയ്യുന്നത്. അതിൽ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഏത് തരം എക്സ്പെൻസും അത് കവർ ചെയ്യും. അതിൽ സ്റ്റാർട്ടിങ് നമ്മൾ ഒരു അമ്മ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്ന ചെക്കപ്പ് മുതൽ ആ അമ്മയ്ക്കുള്ള വാക്സിനേഷനും സിസേറിയനോ അല്ലെങ്കിൽ നോർമൽ പ്രസവം, എന്ത് കോംപ്ലിക്കേഷൻ പ്രസവങ്ങളായിരുന്നാലും അതിൻ്റെ ഡെലിവറി ചാർജസും ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. ഈവൻ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് വരെ കവറേജ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സറോഗസി എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മുടെ സെലിബ്രിറ്റീസൊക്കെ ചെയ്യുന്നത് പോലെ സ്ത്രീകളായിട്ടുള്ള വ്യക്തികൾ അവർ ഗർഭം വഹിക്കാതെ അവരുടെ ജീവൻ, ഗർഭപാത്രത്തിൽ വളരേണ്ട ജീവൻ മറ്റൊരു ഗർഭപാത്രത്തിൽ ലീഗലായിട്ട് നമ്മൾ വാടകയ്ക്ക് എടുത്ത് അതിൽ നിക്ഷേപിച്ച് അതിനെ പ്രസവിപ്പിക്കുന്ന ആ ഒരു സിസ്റ്റത്തെയാണ് സറോഗസി എന്ന് പറയുന്നത്. അപ്പോൾ സറോഗസി ട്രീറ്റ്മെൻറ്റിനും അതുപോലെ തന്നെ അതിൻ്റെ ഡെലിവറി ചാർജസിനും നമ്മൾ ഈ മിറാക്കിൾ ഫീച്ചർ കവറേജ് കൊടുക്കുന്നുണ്ട്. ഈവൻ കൊച്ചുങ്ങളെ അഡോപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കവറേജ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞ് ജനിച്ച് ഫസ്റ്റ് ഡേ മുതൽ നമുക്ക് മുഴുവനുമായിട്ടുള്ള ഗ്യാരണ്ടീഡ് ഇഷ്യൂവൻസ് നമുക്കിതിൽ കിട്ടും. ഗ്യാരണ്ടി ഇഷ്യൂവൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ജനിച്ചതിന് ശേഷം അൺഫോർച്ചുനേറ്റ്ലി മെൻ്റലി ഓർ ഫിസിക്കലി പല കുഞ്ഞുങ്ങൾക്കും എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റുകളോ അല്ലെങ്കിൽ അസുഖങ്ങളോ വന്നേക്കാം. അപ്പോൾ പല ഇൻഷുറൻസ് കമ്പനികളും ഈ ഫസ്റ്റ് ഡേ തൊട്ട് കവറേജ് കൊടുക്കുന്ന കമ്പനികൾ വരെ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് അവർക്ക് കവറേജ് നിഷേധിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് കമ്പനികളുടെ ഒരു പോളിസി തന്നെയാണ്. പക്ഷേ ഇവിടെ മിറാക്കിൾ എന്ന് പറയുന്ന ഈ ഫീച്ചർ ഉള്ളതുകൊണ്ട് ആ കുഞ്ഞിന് ഫസ്റ്റ് ഡേ മുതൽ ആ കുഞ്ഞിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ എന്ത് തന്നെയായാലും, ഫിസിക്കലി ഓർ മെൻ്റലി എന്ത് കണ്ടീഷൻ ആയാലും, ആ എടുത്തിരിക്കുന്ന സം അഷ്വേർഡ് 10 lakhs 20 lakhs എത്ര സം അഷ്വേർഡ് ആണോ ആ സം അഷ്വേർഡ് ഫുള്ളായിട്ടും ഈ കുഞ്ഞിൻ്റെ ഫർദർ ട്രീറ്റ്മെൻറ്റിനും മുഴുവനായിട്ട് ലഭിക്കുന്നതാണ്. അത് ഏറ്റവും നല്ലൊരു ഫീച്ചറായിട്ട് പേഴ്സണലി എനിക്ക് തോന്നി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫീച്ചർ കേൾക്കുന്നത്. അതോടൊപ്പം തന്നെ ബൂസ്റ്റർ പ്ലസ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഇതിലുണ്ട്. ഇത് റിയഷോ 2.0 നമുക്ക് കിട്ടിയിരുന്ന ഒരു ബെനിഫിറ്റാണ്. അതായത് ഓരോ വർഷവും നമുക്ക് ഉപയോഗിക്കാത്ത സം അഷ്വേർഡ് എത്രയാണോ ആ സം അഷ്വേർഡ് മുഴുവനായിട്ട് അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്നു. അതാണ് ബൂസ്റ്റർ പ്ലസ് എന്ന് പറയുന്ന ഫീച്ചർ. അപ്പോൾ ഇവിടെ നമുക്ക് 2 സം അഷ്വേർഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതായത് ബേസ് സം അഷ്വേർഡും ഉണ്ട്, അതുപോലെ തന്നെ മെറ്റേണിറ്റി അതായത് അല്ലെങ്കിൽ മിറാക്കിൾ സം അഷ്വേർഡ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ബേസ് സം അഷ്വേർഡും ക്യാരി ഫോർവേഡ് ചെയ്ത് കിട്ടുന്നുണ്ട്, മിറാക്കിൾ സം അഷ്വേർഡും ക്യാരി ഫോർവേഡ് ചെയ്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടും മാക്സിമം 10 times വരെയാണ് ക്യാരി ഫോർവേഡ് ചെയ്ത് കിട്ടുന്നത്. അതായത് നമുക്ക് ഒരു 20 ലക്ഷത്തിൻ്റെ കവറേജ് എടുക്കുന്ന ഒരു വ്യക്തിനെ അല്ലെങ്കിൽ ഒരു കപ്പിളിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മിറാക്കിൾ സം അഷ്വേർഡ് 20% ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ 10ാമത്തെ വർഷമാകുമ്പോഴേക്കും ഈ 20 ലക്ഷം എന്ന് പറയുന്ന സം അഷ്വേർഡ്, ടോട്ടൽ സം അഷ്വേർഡ് അവർക്ക് 2 കോടി രൂപയായിട്ട് കൂടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ 20,000 എന്ന് പറയുന്ന മെറ്റേണിറ്റി ബെനിഫിറ്റ് 10ാമത്തെ വർഷമാകുമ്പോഴേക്കും 2,20,000 രൂപയായിട്ട് അവർക്ക് മാറിയിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ഈ ബൂസ്റ്റർ പ്ലസിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. അടുത്ത് കൊടുത്തിരിക്കുന്നത് ഫാസ്റ്റ് ഫോർവേഡ് എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ്. നമുക്ക് ഓരോ വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് അക്യുമുലേറ്റ് ചെയ്ത് ക്യാരി ഫോർവേഡ് ചെയ്ത് കിട്ടും എന്ന് പറഞ്ഞു. ഈ അക്യുമുലേറ്റ് ചെയ്ത് കിട്ടുന്ന ബെനിഫിറ്റ് നമുക്ക് 3ാമത്തെ വർഷം കിട്ടേണ്ട ബെനിഫിറ്റ് അതെന്താണോ നമ്മൾ ഈ 3 വർഷത്തെ ഒരുമിച്ചുള്ള ബെനിഫിറ്റ് ആദ്യത്തെ വർഷം തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും.
ഓക്കെ, അതായത് നമ്മൾ 3 വർഷത്തെ ഒരുമിച്ചുള്ള പ്രീമിയം സെലക്ട് ചെയ്ത് അത് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഈ ഫാസ്റ്റ് ഫോർവേഡ് എന്ന് പറയുന്ന ഓപ്ഷനും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മെറ്റർണിറ്റി ബെനിഫിറ്റ് നമുക്ക് 20,000 രൂപ വെച്ച് 20 ലക്ഷത്തിന് 20,000 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് 3ാമത്തെ വർഷം ആകുമ്പോഴേക്കും ടോട്ടൽ ക്യാരി ഫോർവേഡ് ചെയ്ത് എത്ര എമൗണ്ട് കിട്ടും? 60,000 രൂപ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ 60,000 രൂപയുടെ മെറ്റർണിറ്റി ബെനിഫിറ്റ് ഫസ്റ്റ് ഇയറിൽ തന്നെ എനിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഫാസ്റ്റ് ഫോർവേഡ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടും. അത് മെറ്റർണിറ്റിയുടെ ബെനിഫിറ്റും കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ബേസ് സം അഷ്യൂർഡ് ആയിട്ടുള്ള 20 ലക്ഷം 3ാമത്തെ വർഷം ആകുമ്പോഴേക്കും ടോട്ടൽ 60 ലക്ഷത്തിൻ്റെ കവറേജിലേക്ക് കയറും. അപ്പോൾ ഈ 60 ലക്ഷവും നമുക്ക് ഫസ്റ്റ് ഇയർ തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. ഈ സഡൻ മാരേജ് പ്ലാൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫാസ്റ്റ് ഫോർവേഡ് ഫീച്ചറും കൂടി അതിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള ഗുണം ആദ്യത്തെ വർഷം തന്നെ 60,000 രൂപ വരെയുള്ള മെറ്റർണിറ്റി യൂസേജിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക, ഇൻക്ലൂഡിങ് മദറിൻ്റെ ചെക്കപ്പും വാക്സിനേഷനും എല്ലാ ട്രീറ്റ്മെൻറ്റിനുള്ള ആവശ്യങ്ങൾക്ക് അടക്കം നമുക്ക് ഈ എമൗണ്ട് യൂസേജ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് മേജറായിട്ടുള്ളൊരു ഹെൽത്ത് കണ്ടീഷന് പെട്ടെന്ന് വരികയാണ്, നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ നമ്മൾ റിവീൽ ചെയ്തിട്ട് വേണം എടുക്കാൻ, അതൊരു സംഗതി. ഇൻഷുറൻസ് എടുത്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് കണ്ടീഷൻ വരികയാണ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ലിവർ ട്രാൻസ്പ്ലാന്റേഷനോ അല്ലെങ്കിൽ ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മേജറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റോ മറ്റു കാര്യങ്ങളോ വലിയൊരു എമൗണ്ടിൻ്റെ വരികയാണെങ്കിൽ ഈ ഫാസ്റ്റ് ഫോർവേഡ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ എടുത്തുകൊണ്ട് നമുക്ക് അതിന് വേണ്ടി വരുന്ന എമൗണ്ട് 3ാമത്തെ വർഷം കിട്ടേണ്ട ബെനിഫിറ്റ് നമുക്ക് ആദ്യത്തെ വർഷം തന്നെ നമുക്ക് യൂസേജിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇനി സിംഗിൾ ആയിട്ടുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് മാരേജ് പ്ലാൻ ചെയ്യുന്ന സിംഗിൾ ആയിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു 18 വയസ്സിന് ശേഷം വരുന്ന വ്യക്തികൾക്ക്, ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ, ഇവർക്ക് ഏറ്റവും ബെനിഫിഷ്യലായിട്ട് വരുന്ന ഒരു ഫീച്ചറാണ് അടുത്ത് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പേര് ഫ്യൂച്ചർ റെഡി എന്നുള്ള ഒരു ഓപ്ഷനാണ്. ഫ്യൂച്ചർ റെഡി എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ഞാൻ സിംഗിളായിട്ടുള്ളൊരു വ്യക്തിയാണ്. എനിക്കിപ്പോൾ ഒരു 24-25 വയസ്സാണ്. ഞാൻ 2-3 വർഷം കഴിഞ്ഞിട്ടാണ് മാരേജ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് മാരേജ് കഴിഞ്ഞ് വരുന്ന എൻ്റെ പാർട്ട്ണർ ആരാണോ ആ പാർട്ട്ണർക്ക് ഞാൻ കവർ ചെയ്ത എൻ്റെ വെയിറ്റിംഗ് പീരീഡ് കാലാവധികൾ എൻ്റെ വരുന്ന പാർട്ട്ണർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കവറേജ് കൊടുക്കുന്ന ഒരു ഓപ്ഷനാണ് ഫ്യൂച്ചർ റെഡി എന്ന് പറയുന്ന ഓപ്ഷൻ. ഇത് വളരെ ബെനഫിഷ്യലായിട്ട് വരുന്നൊരു സംഭവമാണ്. കാരണം ഞാൻ പറഞ്ഞു, നമുക്ക് മെറ്റേണിറ്റി ബെനിഫിറ്റ് ബൂസ്റ്റർ പ്ലസ് എന്ന് പറയുന്ന സംഭവം ഒരു 10 ടൈംസ് വരെ കിട്ടും. ഇപ്പോൾ 25ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 24ാമത്തെ വയസ്സിൽ ഈ പ്ലാൻ എടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഉള്ള മെറ്റേണിറ്റി ബെനിഫിറ്റ് 3 വർഷം കഴിയുമ്പോഴേക്കും 3 ഇരട്ടിയായിട്ട് മാറിയിട്ടുണ്ടാവും. ആ സമയത്തായിരിക്കും അദ്ദേഹം ഒരു കല്യാണം കഴിക്കുന്നത്. അപ്പോൾ ആ വ്യക്തി കല്യാണം കഴിച്ചതിന് ശേഷം വളരെ അടുപ്പിച്ച് തന്നെ ആ പാർട്ട്ണർ കൺസീവ് ആവാമെന്നുണ്ടെങ്കിൽ ഈ മെറ്റർണിറ്റി ബെനിഫിറ്റ് 3 വർഷത്തെ ബെനിഫിറ്റും അദ്ദേഹത്തിന് യൂസ് ചെയ്യാം. ആ വരുന്ന പാർട്ട്ണർ ആരാണോ അവർക്ക് ഈ പുതിയതായിട്ടൊരു ഇൻഷുറൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫേസ് ചെയ്യേണ്ട അല്ലെങ്കിൽ കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട വെയിറ്റിംഗ് പീരീഡ് ഒന്നും തന്നെ അവർക്ക് ഫോളോ അപ്പ് ചെയ്യേണ്ട, എന്നാൽ കവറേജ് ഫുള്ളായിട്ട് കിട്ടുകയും ചെയ്യും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചില വ്യക്തികൾക്ക് ജന്മനാൽ തന്നെ പല അസുഖങ്ങൾ ഉള്ള ആളുകളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വളരെ ചെറിയ പ്രായത്തിൽ ഒരു പക്ഷേ എന്തെങ്കിലും മേജറായിട്ടുള്ള ഹാർട്ട് ഡിസീസോ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനികൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പോൾ ക്യാൻസർ പോലെയുള്ളതോ അങ്ങനെയുള്ള എന്തെങ്കിലും അസുഖങ്ങൾ വന്ന് മാറിയവരോ അല്ലെ അസുഖങ്ങൾ ഉള്ളവരോ ആയിരുന്നിരിക്കാം. ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും ഒരു ഇൻഷുറൻസ് കമ്പനിയും അവർക്ക് ഇൻഷുറൻസ് കവറേജ് കൊടുക്കില്ല. പക്ഷേ ഇവിടെ ആസ്പയർ എന്ന് പറയുന്ന ഈ പ്ലാൻ എടുത്തിരിക്കുന്ന ഒരു പാർട്ട്ണറാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് എങ്കിൽ, അപ്പോൾ അദ്ദേഹം അല്ലെങ്കിൽ ആ വ്യക്തി കല്യാണം കഴിക്കുമ്പോൾ വരുന്ന പാർട്ട്ണർക്ക് നിലവിൽ ഇൻഷുറൻസ് എടുക്കാൻ പറ്റാത്തൊരു ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടായിരുന്ന ഒരാളായിരുന്നിരിക്കാം, അല്ലെങ്കിൽ നിലവിൽ ആ കണ്ടീഷൻ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം. എനിവേ ആസ്പയർ എന്നുള്ള കവറേജിലേക്ക് ഈ വ്യക്തിനെ ആഡ് ചെയ്യുന്നതോടുകൂടി ഈ വ്യക്തിക്ക് യാതൊരുവിധ അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ എന്ത് തന്നെ ആയിക്കോട്ടെ ഈ വ്യക്തിക്ക് യാതൊരുവിധ ലിമിറ്റേഷൻസ് കൂടാതെ ഗ്യാരണ്ടി ആയിട്ടുള്ള ഇൻഷുറൻസ് ആണ് ഇവിടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അത് വളരെ മികച്ചൊരു ഫീച്ചറായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റ് സെക്ഷനിലൊന്ന് അറിയിക്കാം. കാരണം ഇങ്ങനൊരു ഓപ്ഷൻ ഒരു കമ്പനി ഇതേവരെ കൊടുത്തിട്ടില്ല. ഇത് ഒരുപാട് പേർക്ക് ഒരു വലിയ ആശ്വാസമായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള കപ്പിൾസിന് കിട്ടുന്ന ഒരു ഓപ്ഷൻ അല്ല ഇത്. നമ്മൾ പുതിയതായിട്ട് മാരേജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയാണ്. ആ മാരേജ് ഡേറ്റിന് മുമ്പ്, മാരേജ് സർട്ടിഫിക്കറ്റിൽ ആ ഡേറ്റിന് മുമ്പ് നമ്മുടെ പാർട്ട്ണർ ആരായിരുന്നാലും ആ ഇൻഷുറൻസ് എടുത്തിരിക്കണം. എന്നാലാണ് വരുന്ന പാർട്ട്ണർക്ക് ഇതിലേക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കാര്യം ഒന്ന് മൈൻഡിൽ വെക്കുക. അടുത്തതെന്ന് പറഞ്ഞാൽ ലോക്ക് ദ ക്ലോക്ക് പ്ലസ് എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ്. ലോക്ക് ദ ക്ലോക്ക് ഫീച്ചർ എന്താണെന്ന് നമുക്കറിയാം. അതായത് ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഞാൻ 25 വയസ്സുള്ളപ്പോഴാണ് ഒരു ക്ലെയിം എടുത്തത് അല്ലെങ്കിൽ ഒരു പോളിസി എടുത്തിട്ടുള്ളത്.
ദെൻ എനിക്ക് ഇപ്പോൾ ഒരു 80 വയസ്സ് പ്രായമുണ്ട്, ഇതേവരെ എനിക്ക് ക്ലെയിം ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുന്ന പക്ഷം എനിക്ക് ഇപ്പോൾ 80 വയസ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും എൻ്റെ ഈ പ്രായത്തിൽ 25 വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തിക്ക് പുതുതായിട്ട് എടുക്കുമ്പോൾ എത്ര എമൗണ്ട് ആണോ അടയ്ക്കേണ്ടത് അതേ എമൗണ്ട് പ്രീമിയം തന്നെ ഞാൻ അടച്ചാൽ മതി. അതാണ് ലോക്ക് ദ ക്ലോക്ക് ഫീച്ചർ. അപ്പോൾ ഇവിടെ ലോക്ക് ദ ക്ലോക്ക് പ്ലസ് എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതേ ഫീച്ചർ തന്നെ ഇതിൽ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് മെറ്റേണിറ്റി എപ്പോഴെങ്കിലും വന്നാൽ പോലും നമ്മുടെ ഈ ലോക്ക് ദ ക്ലോക്ക് കട്ടാവുന്നില്ല. അതാണ് ലോക്ക് ദ ക്ലോക്ക് പ്ലസ് എന്ന് പറയുന്ന ഫീച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ക്യാഷ് ബാഗ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. ക്യാഷ് ബാക്ക് അല്ല, ക്യാഷ് ബാഗ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതായത് നമുക്ക് ഓരോ ക്ലെയിം ഇല്ലാത്ത ഓരോ വർഷങ്ങളിലും നമ്മൾ പ്രീമിയം അടയ്ക്കുമ്പോൾ ആ പ്രീമിയം തുകയുടെ ഒരു നിശ്ചിത ശതമാനം, അതായത് ഒന്നാമത്തെ റിന്യൂവലിനാണെങ്കിൽ നമുക്ക് 10%, അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഓരോ ക്ലെയിം ഇല്ലാത്ത വർഷങ്ങൾ റിന്യൂവലിന് 5% വെച്ചിട്ട് നമ്മുടെ ഡിജിറ്റൽ വാലറ്റിലേക്ക് ആ ഫണ്ട് വന്ന് വീഴുന്നു. അപ്പോൾ ഈ ഫണ്ട് നമുക്ക് എന്തിനെല്ലാം വേണ്ടി യൂസ് ചെയ്യാം? ഒരു സംഗതി നമുക്ക് നല്ല രീതിയിൽ ഈ എമൗണ്ട് അക്യുമുലേറ്റ് ചെയ്തിട്ട് ഒരു വർഷത്തെ പ്രീമിയം അടയ്ക്കുന്നതിലേക്ക് നമുക്ക് ഒരു ശതമാനം ഫണ്ട് അതിലേക്ക് യൂസ് ചെയ്യാം. ഫുള്ളായിട്ട് നമുക്ക് പ്രീമിയം അടയ്ക്കാൻ പറ്റില്ല. മാക്സിമം 40% വരെ ഇതിന് നമുക്ക് പ്രീമിയം അടയ്ക്കുന്നതിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ രണ്ടാമത്തെ കേസ് നമുക്ക് OPD ട്രീറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ കോ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത്, ഡിഡക്റ്റബിൾസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ട് ഇതിൽ നിന്നുള്ള എമൗണ്ട് നമുക്ക് ഡയറക്റ്റ് പേ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ബോർഡർലെസ് ട്രീറ്റ്മെൻ്റ് ആണ്. അതായത് നമുക്ക് വേൾഡിൽ എവിടെ വേണമെങ്കിലും ട്രീറ്റ്മെൻറ്റിന് ഈ പോളിസി ഉപയോഗിച്ച് നമുക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. അത് ചില സ്ഥലങ്ങളിൽ നമുക്ക് ക്യാഷ്ലെസ് ആയിട്ട് വരെ യൂസ് ചെയ്യാൻ പറ്റും, ചില സ്ഥലങ്ങളിൽ റീഇംബേഴ്സ്മെൻ്റ് ആയിരിക്കും. പക്ഷേ നമ്മൾ ഇന്ത്യക്ക് വെളിയിൽ ട്രീറ്റ്മെൻറ്റിന് പോകുന്ന വ്യക്തികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കേസ്, നമ്മൾ 5 ലക്ഷത്തിനോ 10 ലക്ഷത്തിനോ എടുത്തൊന്നും പുറത്ത് പോയിട്ട് യാതൊരു കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കണം. നമുക്ക് മിനിമം ഒരു 50 ലക്ഷമോ 1 കോടി രൂപയുടെ കവറേജ് ഉള്ള വ്യക്തികൾക്കാണ് ഇതിൻ്റെ മാക്സിമം ബെനിഫിറ്റ് കിട്ടുക എന്നുള്ള ഓർക്കണം. കാരണം നമ്മൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഇന്ത്യൻ പൈസയായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നല്ലൊരു എമൗണ്ട് ഇവിടെ സമ്മർഷ്യൂർഡ് ഉണ്ടെങ്കിലാണ് അവിടുത്തെ ട്രീറ്റ്മെൻറ്റിൻ്റെ ചിലവ് നമുക്ക് വഹിക്കാൻ പറ്റുള്ളൂ. ഇത് കൂടാതെ നമുക്ക് വരുന്ന ഒരു അടുത്ത ഫീച്ചറാണ് നമുക്ക് സേഫ് ഗാർഡ് പ്ലസ് എന്ന് പറയുന്നത്. ഇത് മുമ്പ് റീഅഷ്വർ 2.0 എന്ന് പറയുന്ന പ്രോഡക്റ്റിലും ഉണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ. അതായത് നോൺ പേയബിൾ ഐറ്റംസിൻ്റെയും കൂടി കവറേജ് അനക്സർ 1, 2, 3, 4 എന്ന് പറയുന്ന ലിസ്റ്റിൽ വരുന്ന ഐറ്റംസിൻ്റെ കൂടി കവറേജ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്ന ഒരു ഫീച്ചറാണ് പേഴ്സണൽ ആക്സിഡൻറ്റ് ഫീച്ചർ. ആ ഫീച്ചർ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന സമ്മർഷ്യൂർഡിൻ്റെ ബേസ് സമ്മർഷ്യൂർഡിൻ്റെ മാക്സിമം 5 times വരെ നമുക്ക് കവറേജ് കിട്ടും. അപ്പോൾ നമ്മുടെ ഡെത്ത്, പെർമനൻറ്റ് ഡിസബിലിറ്റി, പാർഷ്യൽ ഡിസബിലിറ്റി ഈ 3 കണ്ടീഷനിലും നമുക്ക് കവറേജ് കിട്ടുന്നതാണ്. അത് മാക്സിമം 1 കോടി രൂപ വരെയുള്ള പേഴ്സണൽ ആക്സിഡൻ്റ് ആയിരിക്കും നമുക്ക് കവേർഡ് ആയിരിക്കുക എന്നുള്ളതും ഓർക്കുക. അതുപോലെ തന്നെ നമുക്ക് ഹോസ്പിറ്റൽ ഡെയിലി ക്യാഷ് എന്ന് പറയുന്ന ഫീച്ചർ ഇതിലുണ്ട്. അത് മുമ്പ് റീഅഷ്വർ 2.0 നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളതാണ്. അതായത് നമുക്ക് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഓരോ ദിവസവും നമുക്ക് 3 ദിവസത്തിൽ കൂടുതലാണ് ഹോസ്പിറ്റൽ അഡ്മിഷൻ വരുന്നുണ്ടെങ്കിൽ 3ാമത്തെ ദിവസം തൊട്ടുള്ള ഓരോ 24 മണിക്കൂറിലും ഡെയിലി 1000 രൂപ മുതൽ മാക്സിമം 4000 രൂപ വരെ നമുക്ക് ഒരു വർഷം അങ്ങനെ 30 ദിവസം വരെയുള്ള കാലയളവിൽ കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഡിഡക്റ്റബിൾസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് പ്രീമിയം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഒരു വർഷം നമുക്ക് ടോട്ടൽ 20,000 രൂപ വരെയുള്ള എമൗണ്ട് അല്ലെങ്കിൽ 30,000 രൂപ വരെയുള്ള എമൗണ്ട് നമുക്ക് വഹിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ ഡിഡക്റ്റബിൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും പ്രീമിയം കുറയും. ആ എമൗണ്ടിന് ശേഷം വരുന്ന എമൗണ്ടിന് നമുക്ക് ഇൻഷുറൻസ് കമ്പനീനെ സമീപിച്ചാൽ മതി. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും വന്നിട്ടുള്ള സിംഗിൾ ഷീറ്ററാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇതിൽ മൊത്തം 4 വേരിയൻ്റ് ആണുള്ളത്. ഗോൾഡ് പ്ലസ്, ഡയമണ്ട് പ്ലസ്, പ്ലാറ്റിനം പ്ലസ്, ടൈറ്റാനിയം പ്ലസ്. നമുക്ക് സ്റ്റാർട്ടിങ് 3 lakhs മുതൽ 1 CR വരെയാണ് കവറേജ് നമുക്ക് ഇതിൽ വരുന്നത്. ഇതിൽ നമുക്ക് ഹോസ്പിറ്റൽ റീച്ചിങ് എക്സ്പെൻസ് നോക്കി കഴിഞ്ഞാൽ റോഡ് ആംബുലൻസും എയർ ആംബുലൻസും നമുക്ക് അപ് ടു സമ്മർഷ്യൂർഡ് വരെ ഇതിൽ കവേർഡ് ആണ്. പിന്നെ ആയുഷ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ദെൻ 2 മണിക്കൂർ ഹോസ്പിറ്റലൈസേഷൻ ആയാൽ പോലും നമുക്ക് ഇതിൽ കവറേജ് കിട്ടുന്നതാണ്. മോഡേൺ ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുത്തിരിക്കുന്ന സമ്മർഷ്യൂർഡ് മുഴുവനായിട്ട് തന്നെ കവേർഡ് ആവുന്നുണ്ട്. പിന്നെ നമുക്ക് പ്രീ ആൻഡ് പോസ്റ്റ് എക്സ്പെൻസ് 60 ദിവസം നമുക്ക് അഡ്മിറ്റ് ആവുന്നതിന് മുമ്പുള്ള എക്സ്പെൻസും നമ്മൾ ഡിസ്ചാർജ് ആയതിനു ശേഷമുള്ള 150 ദിവസം വരെയുള്ള എക്സ്പെൻസും നമുക്ക് ഇതിൽ കവേർഡായി കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹോം ഡൊമിസിലറി ട്രീറ്റ്മെൻറ്റ്, ഓർഗൻ ഡോണർ ട്രീറ്റ്മെൻറ്റ്, ഇതൊക്കെ മുഴുവനും നമ്മൾ എടുത്തിരിക്കുന്ന സമ്മർഷ്യൂർഡ് എത്രയാണോ അതിന് വേണ്ടിയിട്ടുള്ള അത്രയും എമൗണ്ട് മുഴുവനായിട്ട് നമുക്ക് കവറേജ് കിട്ടും. ഇനി നമുക്ക് ആനുവൽ ഹെൽത്ത് ചെക്കപ്പ്, അത് നമ്മൾ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റ് ഓഫ് ടെസ്റ്റുകൾ നമുക്ക് എടുത്തിരിക്കുന്ന സമ്മർഷ്യൂർഡിനെ ബേസ് ചെയ്തിട്ട് ക്യാഷ്ലെസ് ആയിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ക്ലിനിക്കുകളിൽ പോയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഓപ്ഷൻ ഉണ്ട്. ദെൻ റീഅഷ്വർ ഫോർ എവർ അഥവാ അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ ഫെസിലിറ്റി, ഇത് നമുക്ക് ഫസ്റ്റ് ക്ലെയിം വരുന്ന സമയം തൊട്ട് ഓട്ടോമാറ്റിക്കായിട്ട്
ആയിട്ട് സ്റ്റാർട്ടിങ് സം അഷ്വേർഡ് തൊട്ട് 1 CR സം അഷ്വേർഡ് വരെ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ലോക്ക് ദ ക്ലോക്ക് ഫീച്ചർ നമുക്ക് ഗോൾഡ് പ്ലസ്സിൽ ഉണ്ടായിരിക്കുന്നതല്ല, ഡയമണ്ട് പ്ലസ്സിലും പ്ലാറ്റിനം പ്ലസ്സിലും ലോക്ക് ദ ക്ലോക്ക് ഫീച്ചർ മാത്രമായിരിക്കും ഉള്ളത്. അതായത് റിയഷോ 2.0 ഉണ്ടായിരുന്ന അതേ ഫീച്ചർ ടൈറ്റാനിയം പ്ലസ്സിൽ നമുക്ക് ലോക്ക് ദ ക്ലോക്ക് പ്ലസ് എന്ന് പറയുന്ന ഒരു ഫീച്ചറും കൂടി കിട്ടും. അതായത് മെറ്റേണിറ്റി ബെനിഫിറ്റ് വന്നാലും നമ്മുടെ ഈ ഫീച്ചർ കട്ടാവില്ല, ലോക്ക് ദ ക്ലോക്ക് എന്ന് പറയുന്ന ഫീച്ചർ കട്ടാവില്ല. പിന്നെ അടുത്ത ബൂസ്റ്റർ പ്ലസ് എന്ന് പറയുന്ന ഫീച്ചർ നമ്മൾ ഓരോ വർഷം യൂസ് ചെയ്യാത്ത സം അഷ്വേർഡ്, ബേസ് സം അഷ്വേർഡും നമ്മുടെ മെറ്റേണിറ്റി സം അഷ്വേർഡും മിറാക്കിൾ സം അഷ്വേർഡ് രണ്ടും നമുക്ക് അടുത്ത വർഷങ്ങളിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ഫീച്ചറിനെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് 4 വേരിയന്റിൽ 4 രീതിയിലുള്ള മൾട്ടിപ്ലിക്കേഷനാണ് വരുന്നത്. അതായത് ഏറ്റവും ബേസ് ആയിട്ടുള്ള ഗോൾഡ് പ്ലസ്സിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ 18 മുതൽ 35 വയസ്സ് പ്രായമുള്ള വ്യക്തികൾക്ക് ടോട്ടൽ എടുക്കുന്ന സം അഷ്വേർഡ് 3 ഇരട്ടി വരെയായിരിക്കും ക്യാരി ഫോർവേഡ് ആവുന്നത്. അതുപോലെ തന്നെ 35 മുകളിൽ 35 മുതൽ 45 വരെ പ്രായമുള്ളവർക്ക് 2 ഇരട്ടിയും 45 മുകളിൽ പ്രായമുള്ളവർക്ക് ഒറ്റ പ്രാവശ്യമായിരിക്കും ക്യാരി ഫോർവേഡ് ചെയ്ത് കിട്ടുന്നത്. അതേസമയം ഡയമണ്ടിലാണെങ്കിൽ 18-നും 35-നും ഇടയ്ക്കുള്ള വ്യക്തികൾക്ക് മൊത്തം ആ പ്രായത്തിൽ പോളിസി എടുക്കുന്ന വ്യക്തികൾക്ക് മൊത്തം 5 തവണയും, അതുപോലെ തന്നെ 36-ന് മുകളിൽ 45-ന് താഴെ പ്രായമുള്ള വ്യക്തികൾ പോളിസി എടുക്കുന്നതാണെങ്കിൽ അവർക്ക് 3 തവണയും, 46-ന് മുകളിൽ പ്രായം വരുന്ന വ്യക്തികൾക്ക് മൊത്തം 2 തവണയും കവറേജ് ഇരട്ടിച്ച് കിട്ടുന്നതാണ്. അത് ക്യാരി ഫോർവേഡ് ചെയ്യുന്നതാണ്. ഇനി പ്ലാറ്റിനം പ്ലസ്സിലും ടൈറ്റാനിയം പ്ലസ്സിലും 18-നും 35-നും ഇടയിൽ പ്രായത്തിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എടുക്കുന്ന സം അഷ്വേർഡ് ടോട്ടൽ 10 ടൈംസ് കവറേജ് കയറി കിട്ടും. 36-45 വയസ്സിൻ്റെ ഇടയിലാണ് നിങ്ങൾ ഈ പോളിസി എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ സം അഷ്വേർഡ് ടോട്ടൽ 5 ടൈംസ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. 46-ന് മുകളിലാണ് നിങ്ങളുടെ പ്രായം എന്നുണ്ടെങ്കിൽ ഇത് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ടോട്ടൽ 3 ടൈംസ് വരെ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ മിറാക്കിൾ ബെനിഫിറ്റിൻ്റെ വെയിറ്റിംഗ് പീരീഡ് നമുക്ക് ഓരോന്നിൽ വ്യത്യാസമായിട്ടായിരിക്കും കൊടുത്തിരിക്കുന്നത്. ഗോൾഡ് പ്ലസ്സിലാണെങ്കിൽ 48 മാസമായിരിക്കും വെയിറ്റിംഗ് പീരീഡ് വരുന്നത്. ഡയമണ്ട് പ്ലസ്സിലാണെങ്കിൽ 24 മാസവും, ടൈറ്റാനിയം പ്ലസ്സിലും പ്ലാറ്റിനം പ്ലസ്സിലും 9 മാസം കാലാവധി മാത്രമായിരിക്കും നമുക്കിതിലുണ്ടായിരിക്കാം. പിന്നെ ലിവ് ഹെൽത്തി എന്ന് പറയുന്ന ഫീച്ചർ നമുക്കറിയാവുന്ന പോലെ തന്നെ നമ്മൾ പോളിസി എടുത്തതിന് ശേഷം നമ്മൾ നടക്കുന്ന സ്റ്റെപ്പ് കൗണ്ട് കണക്ക് കൂട്ടിയിട്ട് നമ്മൾ ഇൻഡിവിജ്വൽ ആണെങ്കിൽ മാക്സിമം 30% വരെയും, ഫാമിലി ഫ്ലോട്ടർ എടുത്തിരിക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ മാക്സിമം 15% വരെ റിന്യൂവലിൻ്റെ ടൈമിൽ പ്രീമിയത്തിൽ ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. പിന്നെ സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ നമുക്ക് അൺലിമിറ്റഡ് ടൈംസ് ഒരു വർഷം യൂസ് ചെയ്യാം. അത് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസിൽ മാത്രമായിരിക്കും. അതുപോലെ തന്നെ ഈ കൺസൾട്ടേഷനും നമുക്ക് അൺലിമിറ്റഡ് ടൈം ഇതിൽ ആക്സസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഈ പോളിസിനെ കുറിച്ച് പറയാവുന്ന ഒരു സംഗതി. അപ്പോൾ എന്തുകൊണ്ടും വളരെ മനോഹരമായിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്, ഒരു പോളിസിയാണ് നിവ ബൂപ്പ ആസ്പയർ എന്ന് പറയുന്ന യങ് കപ്പിൾസിനും അല്ലെങ്കിൽ യങ് ആയിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിനെ കുറിച്ച് അത് എങ്ങനെയാണ് നിങ്ങൾക്ക് യോജിച്ച ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ കണ്ടുപിടിക്കുക, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ്, അതനുസരിച്ചുള്ള പ്ലാൻ ഏതാണ് ബെസ്റ്റ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാനാണെങ്കിൽ നിവ കെയർ ഹെൽത്ത് കണക്റ്റേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് കൺസൾട്ടൻസിയിലേക്കും നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഞാൻ പറഞ്ഞതുപോലെ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ വീണ്ടും ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.